Hello. Welcome to market discussion of the day. Today, July 9th, 2025, Wednesday ആണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ജൂലൈ 9th ആണല്ലേ. ജൂലൈ 9th പ്രത്യേകത എന്താണ്? ഇന്ന് താരിഫ് അനൗൺസ്മെൻ്റ് ആണ്. യു എസും യൂറോപ്പും തമ്മിലുള്ള താരിഫ് അനൗൺസ്മെൻറ്റിൻ്റെ എഗ്രിമെൻറ്റ് നടക്കാൻ പോയിരുന്ന ദിവസമാണ്. പക്ഷേ അത് മാറ്റിവെച്ചു. ഓഗസ്റ്റ് 1 തീയതിയിലേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ്. ഓക്കെ, സോ ബേസിക്കലി ഇന്നലെ നമ്മൾ കണ്ടു മാർക്കറ്റ് ഒറ്റയടിക്ക് മാർക്കറ്റ് താഴെ വീണു. ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ലെവൽസ് എല്ലാം വർക്ക് ആവുകയും ഇന്നലെ നമ്മൾ 10 മണിക്കുള്ള ക്യാൻഡിൽ, UK ടൈമിംഗ് 10 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് ഉള്ള ക്യാൻഡിൽ 3330 മുകളിലാണെങ്കിൽ മാത്രം ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 3330 മുകളിൽ അല്ലാത്തതിൻ്റെ കാരണം നമുക്ക് അവിടുന്ന് ബൈ ഇല്ലായിരുന്നു. പല ആൾക്കാരും ബൈ എടുത്തു യൂറോപ്പ് സെഷനൊക്കെ കഴിഞ്ഞിട്ട്. അത് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞത് ഏഷ്യൻ സെഷന് ക്ലോസിങ്ങിൻ്റെ സമയത്ത് 3330 മുകളിലാണെങ്കിൽ ബൈ ചെയ്യാനായിട്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ബൈ എൻട്രി ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, US സെഷന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. നമുക്ക് കാണാം 3328 നിന്ന് 3 ക്യാൻഡിലുകൾ താഴോട്ട് പോയി 3285 വരെ മാർക്കറ്റിനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇന്ന് ഗോൾഡിൽ എന്തെങ്കിലും എൻട്രി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഒരു എൻട്രിയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു നമുക്ക് എന്താ പറയുക, ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 4 ദിവസത്തെ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ പുതിയൊരു ബാച്ച് കൊടുക്കുന്നതാണ്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നിന്ന് പ്രത്യേകിച്ച് ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ നമ്മൾ ന്യൂസുകളിലോട്ട് വരുമ്പോൾ എക്കണോമിക് കലണ്ടറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് മാത്രമാണ് ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വന്നിട്ട് ഉച്ചയ്ക്ക് 3:30 മണിക്കാണ്, ഇന്ത്യൻ ടൈമിംഗ് 3:30 മണിക്കാണ് ഈ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. നാളെ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ഉണ്ട്. സോ എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വരുന്ന നോർമൽ ന്യൂസുകൾ മാത്രമാണ് നമുക്ക് ഈ ആഴ്ച ഫുള്ളി ഉള്ളതെന്നുള്ളത് നമ്മൾ ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ JPY തിങ്കളാഴ്ച മുതൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടാം. JPY 144 ഇവിടെ നിന്നാണ് തോന്നുന്നു തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തത്. നേരെ 144.3 നിന്ന് 146.8 147 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്നും കൂടെ ഒന്ന് മുകളിലോട്ട് പോയി 148 അവിടെ നിന്ന് നമുക്ക് നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 148 അവിടെ നിന്ന് ഒരു സെല്ല്. അങ്ങനെ 148 അവിടെ നിന്ന് സെല്ല് എടുക്കുന്ന ആൾക്കാർ 148.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. സോ ഇതിൻ്റെ മുന്നേ നമ്മൾ 148 പോയപ്പോൾ 147.9 അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ വീഴുകയാണ് ചെയ്തത് ജൂൺ 23 തീയതി. സോ അതിന് മുന്നേ 148 പോയപ്പോൾ 148.50 ആ റേഞ്ചിലോട്ടൊക്കെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരികയും ചെയ്തു. 148 അവിടെ ചെന്നപ്പോൾ സോ 148.60 അല്ലേ. സോ അതിന് മുകളിൽ $1-2 മുകളിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു വെക്കുക. അതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട പോയിന്റ്. വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് വെക്കരുത്, സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. ഓക്കെ, സോ 148.60 മുകളിൽ വേണം നമ്മൾ 148 നിന്ന് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സെല്ല് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.1710 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറയാറുള്ള സെയിം കാര്യം 1.1500 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ, 1.1800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റെക്കമെൻഡഡ് അല്ല, വേണം എന്നുള്ള ആൾക്കാർക്ക്, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് 0.3 ലോട്ട് സെല്ല് ചെയ്യാൻ വേണമെങ്കിൽ, ബിക്കോസ് ഒരു നല്ലൊരു ചാൻസ് ഉണ്ട് ഒരു റിട്രേസ്മെൻറ്റ് നടക്കാനായിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 1.1500 മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് പോകും. സോ എന്താ പറയുക,
ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. നമ്മൾ എന്തിനാണ് എല്ലാ ദിവസവും നമുക്ക് ഓപ്പർച്യൂണിറ്റി വേണം നിർബന്ധം പിടിക്കുന്നത്? നമുക്ക് ഓൾറെഡി തിങ്കളാഴ്ച നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി. 3300 നിന്നുള്ളൊരു ഭയങ്കര നല്ലൊരു ബൈ ഗോൾഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമ്മൾ എല്ലാ ദിവസവും വെറുതെ ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം. ഇന്നലെ നമുക്ക് USD JPY 146 എന്നുള്ളൊരു ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 100 പിപ്പിൻ്റെ മുകളിലുള്ള ഒരു പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമുക്ക് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഭയങ്കരമായ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പൊയ്ക്കൊണ്ടിരിക്കുക, ഒരാവശ്യമില്ല. അതപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ ഇമോഷണൽ ബേസിസിൽ ട്രേഡ് എടുക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് യൂറോയിലുള്ള കാര്യം. GBP 1.35822 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 1.352 എന്ന് പറയുന്ന റേഞ്ചിൽ ഇന്നലെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. 1.35271, 1.3500 എത്തിയില്ല അൺഫോർച്ചുനേറ്റ്ലി. കുഴപ്പമില്ല, നമുക്കതിനകത്ത് അവിടെ തന്നെ എത്തണം, ആ വര വരച്ച് അവിടെ തന്നെ എത്തണം നിർബന്ധം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, കിട്ടും. 1.3500 കിട്ടും. ഇപ്പം തന്നെ വേണമെങ്കിൽ ഒരു പെൻഡിങ് ഓർഡർ ഇട്ട് വെച്ചാലും തെറ്റില്ലാത്ത കാര്യമാണ്. 1.3440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1.3500 നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഇത് മാത്രമാണ് GBPയിലുള്ള ഓപ്പർച്യൂണിറ്റി. GBPയിൽ സെല്ലില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോകണം. നേരെ ഗോൾഡ്. ഓക്കെ, ഗോൾഡ് എനിക്കറിയില്ല, ഇന്ന് മാർക്കറ്റിൻ്റെ ഹൈ പോയത് 3307 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, മാർക്കറ്റ് ഇന്ന് താഴെ പോയത് 3285. ഓക്കെ, $22 ഇന്ന് സഞ്ചരിച്ചിട്ടുണ്ട് ഗോൾഡ്. അപ്പം $22 സഞ്ചരിക്കുള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ US സെഷൻ ആകുമ്പോൾ ഒരു പുൾ ബാക്കായി 3330 വരാം. ഓക്കെ, എന്നും പറഞ്ഞ് ഇവിടുന്ന് ബൈ എടുക്കണമെന്ന് വെച്ചാൽ ഒരു കൺഫർമേഷനും നമുക്കില്ല. നമുക്കുള്ളൊരു ഗുഡ് തിങ്, നല്ലൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 4 hour ക്യാൻഡിൽ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ക്യാൻഡിൽസും, കഴിഞ്ഞ ക്യാൻഡിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്യാൻഡിൽസും ഓപ്പൺ ആയത് 3300 മുകളിലാണ് എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ, കഴിഞ്ഞ ക്യാൻഡിൽ 3292 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, കഴിഞ്ഞ 1 hour ക്യാൻഡിൽ. ഇപ്പം UK-യിൽ 9 മണിയായി. ഓക്കെ, 8 മണിക്കുള്ള ക്യാൻഡിൽ. ഇന്ത്യയിലെ ടൈം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 4.5 മണിക്കൂർ ഫ്രണ്ടിലോട്ട് കൂട്ടിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ ക്യാൻഡിൽ 3300 താഴെ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയും. ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് മാർക്കറ്റ് ക്യാൻ ഗോ ഡൗൺ. മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയുടെ ഒരു ഇൻഡിക്കേഷനാണ് ഈ 4 hour ക്യാൻഡിൽ 3300 താഴെ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, 3300 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് അവിടെ ബ്രേക്കായി എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി. അതൊരു സിമ്പിളാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് ഇവിടെ നിന്നും ഒരു നമ്മൾ 3300 എന്ന് പറയുന്നത് താഴത്തെ പോയിന്റ് ആണോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് ബൈ എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, കാരണം ഇതൊന്നും അല്ല ഗോൾഡിൻ്റെ റേറ്റ്. ഗോൾഡ് കഴിഞ്ഞൊരു 6 മാസമായിട്ടാണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 1 വർഷമായിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയത്. 1 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ ഗോൾഡിൻ്റെ റേറ്റ് വെറും $2000 ആയിരുന്നു. $1500 ഒറ്റ വർഷത്തിൽ മുകളിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, സോ അതൊക്കെ ഇറങ്ങണ്ടേ? അപ്പോൾ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ വോറുകൾ, ഇപ്പം റഷ്യ-ഉക്രൈൻ വോർ കാരണം ഗോൾഡ് അത്യാവശ്യം ഒന്ന് മുകളിലോട്ട് കയറി. അതിനുശേഷം എന്താ പറയുക, പാലസ്തീൻ, ഹമാസ്, ഇസ്രായേൽ വാർ കാരണം മാർക്കറ്റ് ഒരു 2500 വന്നു. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി. താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം ഇത് 3000 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി. അതിനുശേഷം ഇസ്രായേൽ ഇറാൻ വാർ കാരണം പിന്നെയും കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് പോയി. സോ അങ്ങനെയൊക്കെ അതിനകത്ത് പല വാറുകളും, ഗാസ ഇസ്രായേൽ പാലസ്തീൻ വാറാണെങ്കിലും അതൊരു എൻഡിലോട്ട് പോകുന്നു. മിക്കവാറും റഷ്യ-ഉക്രൈൻ വാർ അടുത്തൊരു മാസം കൊണ്ട് തന്നെ അത് സമാപ്തിയിലോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതേപോലെ ഇസ്രായേൽ ഇറാൻ വാർ അവസാനിച്ചു. പല വാറുകളും അവസാനിച്ചു. ഓക്കെ, ഇനി താരിഫിൻ്റെ കാര്യത്തിനകത്തോട്ടൊരു തീരുമാനമായാൽ
ചൈന US തമ്മിലുള്ള താരിഫ് വാറിനകത്തൊരു ഒരു 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 തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ പല കാര്യങ്ങളും അൺസർട്ടനിറ്റീസ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഗോൾഡിൽ ബൈ എടുക്കുന്നത് വളരെ റിസ്കി ഷോട്ടാണ്. ഓക്കെ, അത് പക്ഷേ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അപ് ട്രെൻഡ് ആണ്. ഓക്കെ, നമുക്കൊരു റീട്രേസ്മെന്റ് വരുമ്പോൾ ബൈ എടുക്കാം. നമുക്ക് ഗോൾഡിൽ ബൈ എടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി 3330 അടുത്ത റെസിസ്റ്റൻസ് 3280-85 ആ റേഞ്ച് ഉറപ്പായിട്ട് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ഓൾമോസ്റ്റ് 3-4 വട്ടം റെസിസ്റ്റ് ചെയ്തു, അതുകൊണ്ട് അടുത്തോട്ട് റെസിസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. 3270 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 3355-50 നല്ല റെസിസ്റ്റൻസ് ആണ്. 1 അവർ ക്യാൻഡിൽ 3360 താഴെയായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു മാസത്തോളം താഴെ പോയിട്ടില്ല. കഴിഞ്ഞ വട്ടം മാർക്കറ്റ് താഴെ പോയപ്പോഴും 1 അവർ ക്യാൻഡിൽ 3260 മുകളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ താഴെ 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് ഫർദർ ഡൗൺ, റൈറ്റ്? അങ്ങനെ പോയാൽ 3330 ഒരു പോക്കായിരിക്കും അത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ അതുകൊണ്ടിട്ട് പെട്ടെന്ന് മാർക്കറ്റിലോട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയി 3360 എൻറ്റർ ചെയ്യരുത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോക്കും. 1 അവർ ക്യാൻഡിൽ 3360 താഴെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കണം. അതിനുശേഷം മാത്രമേ മാർക്കറ്റിലോട്ട് എൻറ്റർ ആവാൻ പാടുള്ളൂ. ഓക്കെ, പല ആൾക്കാരും ജസ്റ്റ് മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് നടക്കുമ്പോൾ അപ്പം തന്നെ ചാടി മാർക്കറ്റിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നത് കൊണ്ടും അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. ഞാനും ചെയ്യാറുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ എപ്പോഴും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് പണി മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ കുറേ കാലം അത്യാവശ്യം 1 മാസം 2 മാസമൊക്കെ ഭയങ്കരമായ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നേരത്തുള്ളൊരു നമുക്കൊരു ചിന്തയുണ്ടാവും, മാർക്കറ്റ് എൻ്റെ കയ്യിലാണെന്ന്. ഇതെനിക്ക് സ്ഥിരമായിട്ട് വരാറുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനിവിടെ പ്രോഫിറ്റ് മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല, എനിക്ക് ഒരുപാട് ലോസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചാടി മാർക്കറ്റിലോട്ട് എൻ്റർ ആവും നമ്മളുടെ ആ ഒരു ഇമോഷൻ കാരണം. അപ്പോൾ ഈ 2 മാസം നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ പകുതിയും ചിലപ്പം ആ ഒരു എൻട്രിയിലായിരിക്കും പോകുന്നത്. മനസ്സിലായില്ലേ? സോ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെ സത്യാവസ്ഥകളാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നിങ്ങൾ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന പല കാര്യങ്ങളും ശരിയായിട്ട് വരുന്നു, അതുകൊണ്ട് ഞാനിവിടെ ഭയങ്കരമായ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഉറപ്പായിട്ടും നമ്മൾ ഓരോ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഭയങ്കരമായ ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഭയങ്കരമായ നമ്മളെ അഫക്റ്റ് ചെയ്യും. നമുക്ക് മാർക്കറ്റ് നമ്മുടെ കൈവെള്ളയിലാണെന്നുള്ളൊരു തോന്നൽ വരുന്ന ആ ദിവസം എനിക്ക് ലോസ് സംഭവിക്കും. ഓക്കെ, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനത്തുള്ള ന്യൂസുകളെക്കുറിച്ച് മാക്സിമം എന്താ പറയുക, അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. US സെഷനിൽ പല കാര്യങ്ങൾ അനൗൺസ്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ US സെഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ തൽക്കാലം, അല്ലേ? സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രീ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറയുക. ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.